വിശദമായ വാർത്തകൾ നോക്കാം. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കും. വൈകിട്ട് 3:30-ക്കാണ് സനാതന ധർമ്മ പീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന സെമിനാർ. ക്യാമ്പസിൽ ഇന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് SFI. സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്ന AISF ഗവർണറെ തടയുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. SFI വീണ്ടും ബാനറുകൾ ഉയർത്തിയതിൽ ഗവർണറുടെ തുടർ നീക്കവും ഇന്നറിയാം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസ്. ഗവർണറുടെ സുരക്ഷ കണക്കിലെടുത്ത് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പ്രവേശനമില്ല. അതിനിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുറമെ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും SFI ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി. വിധേയത്വം സർവകലാശാലയോടാകണം, സംഘപരിവാറിനോടാവരുതെന്നാണ് ബാനറിൽ കുറിച്ചിരിക്കുന്നത്. വിനേഷ് കുമാറും ഒപ്പം തിരുവനന്തപുരത്ത് വന്ന VV അരുണും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരും. ആദ്യം വിനേഷ് കുമാറിലേക്കാണ് പോകുന്നത്. വിനേഷ്, ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? കാരണം ഇന്നലെ വലിയൊരു പ്രതിഷേധം, SFI ഇന്നലെ പ്രതിഷേധിക്കില്ല എന്നുള്ളൊരു ഒന്നൊക്കെ രാവിലെ പറഞ്ഞിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴത്തേക്ക്, രാത്രിയായപ്പോഴത്തേക്ക് സ്ഥിതി ആകെ മാറിയതാണ് നമ്മൾ കണ്ടത്. രാത്രി വലിയ പ്രതിഷേധം SFIന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നു. ഗവർണർ അഴിപ്പിച്ച ബാനർ മറ്റൊരിടത്ത് SFI ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? പ്രത്യേകിച്ചും വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് SFI പറഞ്ഞ സാഹചര്യത്തിൽ. ഭവ്യ, ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 650 പോലീസാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 2000-ഓളം പോലീസ് പൂർണ്ണമായും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് വളഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക്, അതായത് 5 വഴികളിലൂടെ ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയും. അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ 5 വഴികളും പൂർണ്ണമായും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാം തന്നെ പോലീസുണ്ട്. ഒപ്പം തന്നെ ഗവർണർ ഇതുവരെയും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. സാധാരണ അദ്ദേഹം പ്രഭാത സവാരിയൊക്കെ ഇതിനകത്ത് നടത്തുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകർ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരിപാടി 3:30-നാണ് സെമിനാർ ഉള്ളത്. ആ 3:30 മുമ്പ് അദ്ദേഹം ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇന്നലെ വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. ഇന്നലെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന, നേരത്തെ SFI സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകളെല്ലാം എത്രയും പെട്ടെന്ന് അഴിച്ചു നീക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു ഗവർണർ ചെയ്തത്. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇതെല്ലാം തന്നെ അഴിച്ചു നീക്കി. എന്നാൽ 1 മണിക്കൂറിനകം തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും കൂടുതൽ ബാനറുകൾ തയ്യാറാക്കി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പരിസരത്ത് ഇവിടെ ഇതിന് മുമ്പിലുള്ള, അതായത് ഗവർണറുടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിലോ അല്ലെങ്കിൽ കയറി വരുന്ന കവാടത്തിലോ ഒന്നും തന്നെ ബാനറുകളില്ല. പക്ഷേ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ഇവർ റോഡിൽ എഴുതുകയും SFI റോഡിൽ എഴുതുകയും അതുപോലെ തന്നെ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരിസരത്തു നിന്നെല്ലാം തന്നെ മാറ്റിയത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ ഗവർണർ സർക്കാർ പോരിൻ്റെ മറ്റൊരു പോർമുഖം തുറക്കുകയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഇതിൽ പ്രധാനമായും ഈ വൈസ് ചാൻസലറെ അദ്ദേഹം പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ കാണാൻ വൈകിയെത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഈ പോലീസിൻ്റെ, അതായത് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണമുണ്ടായില്ലെന്നും അതുപോലെ തന്നെ പോലീസ്, പിണറായി പറയുന്ന അനുസരിച്ച് പോലീസാണ് ഇത് സ്ഥാപിക്കുന്നതെന്നും എന്നുള്ള രൂക്ഷമായ വിമർശനം ഇന്നലെ ഈ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയും ഗതികേടും നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെയല്ല, മിനിയാന്ന് മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും SFIയുടെ സമര പരിപാടികൾ ഇന്നും നടക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും വിദേശ അറിയേണ്ടത് പ്രധാനമായും എന്തായിരിക്കും ഗവർണറുടെ ഒരു തുടർ നീക്കം? പ്രത്യേകിച്ചും ഗവർണർ അഴിപ്പിച്ച ബാനർ SFI ഉയർത്തിയിരുന്നു. ആ ഉയർത്തിയ ബാനർ വീണ്ടും ഗവർണർ അഴിപ്പിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രധാനമായും അദ്ദേഹം എങ്ങാനും ഇനി പ്രഭാത സവാരിക്ക് ഇറങ്ങുകയാണെങ്കിൽ, ആ ബാനർ കാണാനിടയാവുകയാണെങ്കിൽ ആ ബാനർ അഴിപ്പിക്കാൻ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നറിയണം. അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഗവർണർ വീണ്ടും കടക്കുകയാണെങ്കിൽ 100 കണക്കിന് ബാനറുകൾ ഇന്ന് നേരം പുലരും മുൻപ് ഉയരുമെന്ന് SFI പറഞ്ഞിരുന്നു. അത്തരത്തിൽ 100 കണക്കിന് ബാനറുകൾ ഉയർന്നിരുന്നു സർവകലാശാല ഭാഗത്ത്. ഭവ്യ, ഈ സർവകലാശാല ഈ പ്രധാന കവാടത്തിലോ അല്ലെങ്കിൽ ഈ ഗസ്റ്റ് ഹൗസ്, ഇപ്പോൾ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലോ ഒന്നും തന്നെ ബാനറുകളില്ല. പക്ഷേ ബാനറുകളും അതുപോലെ തന്നെ ഈ റോഡെഴുത്തും എല്ലാം നടത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്, അക്കാദമിക് ബ്ലോക്കിലേക്ക് പോകുന്ന ഭാഗത്താണ് ഉള്ളത്. ഇവിടെ ഈ പ്രധാന
കവാടത്തിനോ അതിൻ്റെ പരിസരത്തുള്ള ബാനറുകളെല്ലാം തന്നെ ഇന്നലെ പോലീസ് നീക്കം ചെയ്തിരുന്നു രാത്രി. ഇതേ ചൊല്ലിയാണ് പിന്നീട് തർക്കമുണ്ടായത്. പോലീസ് നീക്കം ചെയ്തതിനെ തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ SFI പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള വാക്കേറ്റമുണ്ടായിരുന്നു. പരസ്യമായി തന്നെ മലപ്പുറം SP ശശിധരനെ ആർഷോ ഉൾപ്പെടെയുള്ളവർ അസഭ്യം പറയുന്നത് ഉൾപ്പെടെ നമുക്ക് ഇന്നലെ കണ്ടതാണ്. ഇങ്ങനെ വലിയൊരു സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇതുവരെയും ഗവർണറുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം അതിനുശേഷം ഇന്നലെ രാത്രി ഇത് പോലീസ് അഴിച്ചുമാറ്റിയതിന് ശേഷം പിന്നീട് ഇവർ SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഇതുവരെയും അഴിച്ചുമാറ്റുന്നത് സംബന്ധിച്ചോ അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും എന്തായാലും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമോ, അത് എന്തെങ്കിലും സന്ദർശിച്ച് ഉടൻ തന്നെ അത് അഴിച്ചുമാറ്റാൻ പറയുകയാണെങ്കിൽ വീണ്ടും SFI പ്രവർത്തകർ സംഘടിച്ചെത്തി കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കാൻ തന്നെയാണ് നീക്കം. അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും പോലീസ് കൂടുതലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 650 പോലീസായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് 2000 ആയിരിക്കുന്നു. ഈ 2000 പോലീസ് പൂർണ്ണമായും ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ വലയം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ SFIയുടെ സമരപരിപാടികൾ ആരംഭിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഭവ്യ, MSFും സമരപരിപാടികളുമായി, അതായത് ഈ ക്യാമ്പസുകളെ സംഘപരിവാർ വൽക്കരിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ ഈ ഗവർണറുടെ ഇത്തരങ്ങൾ നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു സമരപരിപാടികൾ MSFും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു 11 മണിയോടുകൂടി MSF പ്രവർത്തകരും ഇവിടെ ക്യാമ്പസിലെത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. വിനേഷ, ഗവർണർ ഇന്ന് അവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രധാനമായും സെമിനാറിൽ പങ്കെടുക്കുമെന്നറിയുന്നു. ആ സെമിനാറിലേക്ക് അദ്ദേഹം പോകുന്ന വഴിയിൽ പ്രതിഷേധമുണ്ടാകുമോ? എന്താണ് SFIയുടെ ഒരു നീക്കം അത് സംബന്ധിച്ച്? ഗവർണർ പോകുന്ന വഴി അത് നമുക്ക് അറിയാം. ഇപ്പോൾ ഇതാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ. ഇവിടെയാണ് ഗവർണർ, ഈ ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ ഗവർണർ താമസിക്കുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം ഈ ഗേറ്റ് വഴി, ഇതാ ഞാൻ നിൽക്കുന്ന ഈ ഗേറ്റ് വഴിയാണ് പുറത്തേക്ക് വരിക. അതിനുശേഷം ഈ റോഡിലൂടെ ആണ് അദ്ദേഹത്തിന് പോകേണ്ടത്. അവിടെ 2 പോലീസുകാർ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിൻ്റെ വലതുഭാഗത്തുള്ള അതുവഴിയാണ് പോകേണ്ടത്. അത്രമാത്രം ദൂരം മാത്രമേ ഉള്ളൂ. അതായത് ഒരു 50 മീറ്റർ ദൂരം മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വരികയുള്ളൂ. അദ്ദേഹത്തിന് കാൽനടയായും വരാം, അതല്ലെങ്കിൽ വാഹനത്തിലും കയറാം. എങ്ങനെയായാലും ഇല്ല. ഇവിടെയും പക്ഷേ ഇപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ പോസ്റ്ററുകളെല്ലാം ഉണ്ട്. ഈ സെമിനാർ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന സെമിനാറിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഈ സെമിനാർ ആണ് 3:30 ആരംഭിക്കുക. ഇത് ഭാരതീയ വിചാര കേന്ദ്രമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതായത് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ഭാരതീയ വിചാര കേന്ദ്രം നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്. ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സെമിനാർ നടക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും. ഈ ഗേറ്റും അതിന് ഉള്ള അകത്തും പോലീസുണ്ട്. ഇത്ര മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. അതായത് കഷ്ടിച്ച് ഒരു 50 മീറ്റർ മാത്രമേ നടക്കാൻ ഉള്ള ദൂരമുള്ളൂ. അതിനിടയിൽ പ്രതിഷേധക്കാർക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലേക്ക് പ്രതിഷേധക്കാരെ എത്തുമോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും ഇത്രയും പോലീസും സംവിധാനങ്ങളും സുരക്ഷയും ഉള്ളൊരു സാഹചര്യത്തിൽ സമരം എന്തായാലും ക്യാമ്പസിന് പുറത്ത് തന്നെയായിരിക്കും. ഈ പ്രധാന കവാടത്തിന് പുറത്ത് തന്നെ ആവാനാണ് സാധ്യത. ഈ പോലീസിന്റെ ഒരു നിസ്സഹായാവസ്ഥയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പ്രത്യേകിച്ചും മലപ്പുറം SP അദ്ദേഹം ബാനർ അഴിക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായാവസ്ഥ, ബാനർ അഴിച്ചതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ആർഷോ അദ്ദേഹത്തോട് നടത്തിയ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസിന്റെ ഒരു നിസ്സഹായാവസ്ഥ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? എന്തായിരിക്കും പോലീസിന്റെ ഒരു നീക്കം? ഭവ്യ, KSUക്കാരെ തല്ലിച്ചതച്ച പോലെയൊന്നും എന്തായാലും SFIയെ തൊടാനുള്ള ധൈര്യമൊന്നും പോലീസിനില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മൾ കണ്ടതാണ് ഇന്ന് മിനിയാന്നും ഇന്നലെയൊക്കെ നടന്ന സമരങ്ങളിലെല്ലാം തന്നെ പരമാവധി സമരക്കാരെ അനുനയിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിച്ചാൽ പോലും മിണ്ടാതിരിക്കുക, പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പോലും പോലീസുകാർ മിണ്ടാതെ അനുസരിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. നമുക്ക് കഴിഞ്ഞ നവകേരള സദസ്സിനൊക്കെ നമ്മൾ കണ്ടതാണ്. കരിങ്കോടിയുമായി പ്രതിഷേധിക്കുന്നവരും അല്ലെങ്കിൽ റോഡിൻ്റെ അരികിൽ നിന്ന് പ്രതിഷേധിക്കുന്നവരെല്ലാം കയറി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെ മർദ്ദിക്കുന്ന, പോലീസ് ഉൾപ്പെടെ മർദ്ദിക്കുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും ഷൂ എറിയുന്നവരെ വധശ്രമത്തിന് കേസെടുക്കുകയൊക്കെ ചെയ്യുന്ന പോലീസാണ്. വളരെ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്ന് സമരപരിപാടികൾ ഉണ്ടെങ്കിലും ഇതിൽ നിന്നും കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാനൊന്നും ഒരു സാധ്യതയില്ല. ഒന്ന്
ശശിധരൻ എന്ന് പറയുന്ന SP ആണ്, മലപ്പുറം SP. അദ്ദേഹത്തെ ഇന്നലെ പരസ്യമായി തന്നെ ആർഷോ ഉൾപ്പെടെയുള്ളവർ അസഭ്യം പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. എന്നിട്ട് പോലും പോലീസിന് ആ ഒരു ആത്മവീര്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ. കാരണം ഇത് മറ്റേതെങ്കിലും സംഘടനയാണെങ്കിൽ ഈ നിലപാടായിരിക്കില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നിരിക്കെ ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇനി ഗവർണർ പറയുന്നു എടുത്തു നീക്കാൻ. പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ എന്ന് മാത്രം പറയാൻ പറ്റില്ല, പോലീസിൻ്റെ ഒരു ഗതികേട് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഗവർണർ എത്തുന്നു, ഈ എത്രയും പെട്ടെന്ന് ബാനർ അഴിച്ചു മാറ്റാൻ പറയുന്നു, SP-യോട് കയർക്കുന്നു, ക്ഷുഭിതനാവുന്നു. ഉടൻ തന്നെ പോലീസ് എത്തുന്നു, ഈ ബാനർ അഴിച്ചു മാറ്റുന്നു. അതിന് പിന്നാലെ SFI പ്രവർത്തകരെത്തുന്നു. ഒരു മണിക്കൂറിനകം തന്നെ അവർ സംഘടിച്ചെത്തി വേറെ ബാനർ സ്ഥാപിക്കുന്നു. ഇനി അത് അഴിച്ചു മാറ്റാൻ പോലീസിന് കഴിയാതെ വരുന്നു. രണ്ടിനുമിടയിൽ, അതായത് ഈ ഗവർണർക്കും അതുപോലെ തന്നെ ഈ സംവിധാനത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു സമരപരിപാടിയുമായി സമരം ശക്തമായാലും വലിയ അക്രമങ്ങൾ ഉണ്ടായാൽ മാത്രമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു ആക്ഷനൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് തന്നെ പരമാവധി ലാത്തി ചാർജ് നടത്തുക എന്നുള്ളൊരിതിലേക്ക് എത്തുകയുള്ളൂ. അത് തന്നെ പരമാവധി പ്രകോപനം ഉണ്ടായാൽ മാത്രം. അല്ലെങ്കിൽ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് പ്രശ്നമില്ലാത്ത രീതിയിൽ SFI പ്രവർത്തകർക്ക് കാര്യമായി ബാധിക്കാത്ത രീതിയിൽ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു നിലപാട് തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായും. എന്തായാലും ഏതു തരം നിലപാടായിരിക്കും ഗവർണർ എന്ന് സ്വീകരിക്കുക, ഗവർണറുടെ തുടർ നീക്കം എന്തായിരിക്കുമെന്ന് തന്നെയാണ് രാജ്യമടക്കം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് കേരളം മാത്രമല്ല രാജ്യമടക്കം ഉറ്റുനോക്കുന്ന വിഷയമായി മാറുന്നു. ഇപ്പോൾ VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. VV അരുൺ, ഏറ്റവും പ്രധാനം ഇന്നലെ നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതിന് അതേ തുടർച്ചയായി തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിലും ഇതേപോലെ ബാനർ ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാലിക്കറ്റിൽ ദിസ് ഈസ് കേരള എന്നാണ് പറഞ്ഞത്. മിസ്റ്റർ ചാൻസലർ, ദിസ് ഈസ് കേരള എന്നുള്ള ബാനർ രാത്രിയോടുകൂടി ഉയർന്നപ്പോൾ എന്താണ് തിരുവനന്തപുരത്ത് സാഹചര്യം? തിരുവനന്തപുരത്ത് ബാനർ ഉയർന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് SFI പറയുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ പ്രതിഷേധ ബാനർ ഉയർത്താനാണ് SFIയുടെ തീരുമാനം. ഇന്നലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞത് ഒരു ക്യാമ്പസിലെ ബാനർ അഴിച്ചാൽ ആയിരക്കണക്കിന് ബാനറുകൾ ഉയരുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെ അത് ആദ്യം കണ്ടത് തിരുവനന്തപുരത്ത് രാജ്ഭവന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള സംസ്കൃത കോളേജിലാണ്, കേരള സർവകലാശാലയ്ക്കുള്ള സംസ്കൃത കോളേജിലാണ്. ഇവിടെ മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോടാവരുത് എന്ന ബാനറാണ് കറുത്ത തുണിയിൽ SFI പ്രവർത്തകർ ഉയർത്തിയത്. മറ്റു ക്യാമ്പസുകളിലും വൈകാതെ ഇത്തരത്തിലുള്ള പ്രതിഷേധ ബാനർ ഉയരുമെന്നാണ് SFI നേതാക്കളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മണക്കാടുള്ള നാഷണൽ കോളേജും അതൊരു സ്വകാര്യ കോളേജാണ്, അവിടെയും ഇത്തരത്തിലൊരു ബാനർ SFI പ്രവർത്തകർ ഉയർത്തിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ തലസ്ഥാനത്തെ മാത്രമല്ല സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാഴ്ചയ്ക്ക് ശേഷം ഗവർണർ ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. തലസ്ഥാനത്ത് കൃത്യം ഒരാഴ്ച മുമ്പാണ് ഇവിടെ SFIയുടെ അസാധാരണമായ പ്രതിഷേധമുണ്ടായത്. അതിനുശേഷം നമുക്കറിയാം പിന്നീട് രാഷ്ട്രീയം പല രീതിയിൽ മാറിമറിയുന്നു, കലുഷിതമാകുന്നു. ഗവർണറുടെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഇടപെടലുകൾ, അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇപ്പോഴും തുടരുന്ന സംഘർഷ സാധ്യത. അതിനുശേഷം ഗവർണർ ഇന്ന് രാത്രി 9 മണിയോടെ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും തലസ്ഥാന നഗരത്തിലൊട്ടാകെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജുകൾ, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധത്തിനാണ് SFIയും തയ്യാറെടുക്കുന്നത്. ഇന്നലെ ഗവർണറുടെ പ്രസ്താവന സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരാൻ തുടങ്ങിയിരിക്കുന്നു, അതിന് കാരണക്കാരൻ അത് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന പ്രസ്താവന അതീവ ഗൌരവത്തോടെ CPM നേതൃത്വം കാണുന്നു. ഒരു രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പോലും ഈ ഘട്ടത്തിൽ CPM നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ ഈ ഗവർണറുടെ പ്രസ്താവന വാർത്താക്കുറിപ്പ് വന്ന് മണിക്കൂറുകൾക്കകം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവന്നു. ഈ സാധ്യതകൾ ഗവർണർ വലിയ നീക്കം നടത്തുന്നു, അതിന്റെ അപകടം തിരിച്ചുള്ള വാർത്താക്കുറിപ്പായിരുന്നു ഇന്നലെ MV ഗോവിന്ദൻ ആ പ്രസ്താവനയാണ് നടത്തിയത്. ഇന്ന് 11 മണിയോടുകൂടി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ ചേരും, സ്ഥിതിഗതികൾ വിലയിരുത്തും. അത്യന്തം അസാധാരണമായ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ്. ഒരു വശത്ത് ഗവർണറും മറുവശത്ത് സർക്കാരും ഭരണമുന്നണിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. SFIക്ക് പുറമെ CPIയുടെ വിദ്യാർത്ഥി സംഘടന AISFും ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവർണറെ തടയും, 3 മണിക്ക് പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിൽ ഗവർണർ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സംസ്ഥാനമൊട്ടാകെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ പ്രതിഷേധം, ഇടതുമുന്നണിയുടെ CPMന്റെ അതിശക്തമായ പ്രതിഷേധമൊക്കെ നടക്കുന്നു. ഗവർണർ സർക്കാർ പോരെ
അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പറയാം. തീർച്ചയായും വരുൺ, ഇന്നെന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം ഗവർണർ തിരുവനന്തപുരത്ത് എത്തുകയാണ്. വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന പരിപാടിക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. തിരുവനന്തപുരത്ത് നിലവിൽ ഇപ്പോൾ ക്യാമ്പസുകളിൽ ബാനറുകളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഗവർണർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു പ്രതിഷേധത്തിന് SFI ഒരുങ്ങുന്നുവെന്ന് മനസ്സിലാക്കണമോ നമ്മൾ? തീർച്ചയായും പ്രതിഷേധമുണ്ടാകും. അത് ഏത് രൂപത്തിലാണെന്ന കാര്യമൊക്കെ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. SFI നേതൃത്വം അത് വിശദീകരിച്ചിട്ടില്ല. സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ ആഴ്ച 11-ാം തീയതി തലസ്ഥാനത്ത് കണ്ടത് അത്യസാധാരണമായ പ്രതിഷേധമായിരുന്നു. ഗവർണറുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് ഗവർണർ സഞ്ചരിക്കുന്ന കാറിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ അതിനു ചുറ്റും ഓടിയെടുക്കുന്ന ഒരു കാഴ്ച. ഗവർണർ ആദ്യം അവിടെ നിന്ന് പാളയത്ത് തടയുമ്പോൾ പ്രതിഷേധക്കാർ വരുമ്പോൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് പേട്ടയിൽ പള്ളിമുക്കിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുന്നു. ആർക്കാണ് എന്നോട് സംസാരിക്കേണ്ടത്, ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു. മോശം പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ശാസിക്കുന്നു. ആരാണ് ഇവിടെയുള്ള ചുമതലയുള്ള സീനിയർ ഉദ്യോഗസ്ഥർ എന്ന ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തുന്നു. അതിനുശേഷം വിമാനത്താവളത്തിലും കടുത്ത വിമർശനങ്ങൾ അദ്ദേഹം നടത്തുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഡൽഹിയിലേക്ക് പോകുന്നത്. പിന്നീട് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തുടരുന്ന സമര പരമ്പരയും ഗവർണറുടെ നാടകീയ നീക്കങ്ങളുമൊക്കെ. ഗവർണർ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി പ്രതിഷേധക്കാരുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് പ്രോട്ടോകോൾ ലംഘനമെന്ന വിമർശനം സർക്കാർ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വകവയ്ക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞത് കാലിക്കറ്റ് തന്നെ പറഞ്ഞത്, കോഴിക്കോട് തന്നെ അദ്ദേഹം പറഞ്ഞത്, എന്റെ അടുത്തേക്ക് പ്രതിഷേധക്കാർ വന്നാൽ വീണ്ടും ഞാൻ പുറത്തിറങ്ങും, എന്റെ വാഹനത്തിനെ ആക്രമിക്കാൻ വന്നാൽ നോക്കിയിരിക്കില്ല തുടങ്ങിയ കടുത്ത പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നും തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ പ്രതിഷേധമുണ്ടായാൽ അവിടെയും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ട തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ കാണേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് SFI എന്നാണ് മനസ്സിലാക്കുന്നത്. വിനേഷ് കുമാറുമൊപ്പം വിവിയാരനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഗവർണർക്കെതിരെ SFI പ്രതിഷേധം കടുപ്പിച്ചതിനെ രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലും കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. കൂടുതൽ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. വിവേറിന്റെ റിപ്പോർട്ടിലേക്ക്. കൃത്യം ഒരാഴ്ച മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തലസ്ഥാനത്ത് SFIയുടെ അത്യസാധാരണ പ്രതിഷേധമുണ്ടായെന്ന് മാത്രമല്ല, പ്രതിഷേധക്കാരെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കാൻ ഗവർണർ തയ്യാറായതും വലിയ ഞെട്ടലോടെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഇത്തരമൊരു പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഉണ്ടായെങ്കിൽ തന്നെ ഒരു ഗവർണറും ഈ രീതിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് തന്റെ അടുത്തേക്ക് വരണം, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു ധൈര്യം കാണിക്കാൻ ഒരു ഗവർണറും തയ്യാറായിട്ടുമില്ല. അങ്ങനെ ഒരാഴ്ച മുമ്പ് നടന്ന ആ പ്രതിഷേധത്തിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ കലങ്ങി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. ഗവർണർ ഇവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന് നേരെ ഡൽഹിയിലേക്കാണ് പോയത്. ഡൽഹിയിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ശക്തമായ വിമർശനം തുടർന്നു. ഡൽഹിയിൽ അദ്ദേഹത്തെ BJP നേതാക്കളടക്കം സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന അത്യസാധാരണ സംഭവങ്ങൾ, ഗവർണറുടെ പരസ്യ സംസ്ഥാന സർക്കാരും അതുപോലെ SFIക്കുമെതിരെയുള്ള പരസ്യ പോർവിളി, SFIയുടെ പ്രതിഷേധം, SFI കെട്ടിയ ബാനർ ഗവർണർ അഴിപ്പിക്കുന്നു. വീണ്ടും SFI പ്രവർത്തകർ ബാനർ ഉയർത്തുന്നു. അതിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലും ഗവർണർക്കെതിരെ സമാനമായ ബാനർ പ്രതിഷേധം SFI തയ്യാറെടുക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരാഴ്ചയ്ക്ക് ശേഷം തലസ്ഥാനത്തേക്ക് രാജ്ഭവനിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇന്ന് രാത്രി 9 മണിയോടുകൂടി അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹം എത്തുമ്പോൾ ഒരുപക്ഷെ വലിയ സുരക്ഷ, നേരത്തെയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും പരിസരത്തും ഏർപ്പെടുത്തും. നമുക്കറിയാം, സാധാരണഗതിയിൽ രാജ്ഭവനുള്ളിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുള്ളത്. ഈ ഗേറ്റിൽ പാറാവുണ്ട്, അതിനകത്ത് ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഏതു നിമിഷവും ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം എവിടെ നിന്നും ഉണ്ടാകാമെന്ന ഒരു സാഹചര്യമുണ്ട്. SFI പ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച ഇവിടെ മാർച്ച് നടത്തുമ്പോൾ ഈ ഗേറ്റിന് സമീപത്തേക്ക് വരെ ഓടിയെടുത്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് നാടകീയമായ ഗവർണർക്കെതിരെയുള്ള SFIയുടെ സമരപ്രഖ്യാപനവും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് എത്തിവരെയുള്ള പ്രതിഷേധവും
ഗവർണർ തെരുവിലിറങ്ങി നിന്ന് SFIക്കാരെ വെല്ലുവിളിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന വലിയ ആശങ്ക. അതുകൊണ്ടാണ് ഈ രാജ്ഭവന് പുറത്തും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഗവർണർ എത്തുമ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തും. നഗരം അക്ഷരാർത്ഥത്തിൽ പോലീസ് വലയത്തിലാകും. വൈകുന്നേരത്തോടുകൂടി ഗവർണർക്ക് ആ രീതി സുരക്ഷാ ക്രമീകരണം നമുക്കറിയാം. രാജ്ഭവന്റെ ഇരുവശത്തും റോഡിൽ പോലും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ്, സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, സന്നാഹങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കും. പൂർണ്ണമായും രാജ്ഭവൻ പരിസരം പോലീസിന്റെ നിയന്ത്രണത്തിലാകും. അന്ന് വലിയ സുരക്ഷാ വീഴ്ച ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ SFI പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും അത് സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ലാപ്സും സുരക്ഷയിൽ ഒരു തരത്തിലുള്ള പാളിച്ചയും ഉണ്ടാകുന്ന കർശന നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. രാജ്ഭവന്റെ അന്നത്തെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷനോടൊപ്പം വിശദീകരണം തേടി അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലും ഗവർണർക്കെതിരെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ പാടില്ലെന്ന കൃത്യമായ നിർദ്ദേശത്തോടു കൂടിയാണ് പോലീസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ക്രമീകരണങ്ങൾ ഉണ്ടാകും. തലസ്ഥാനം ആണ് ഈ ശ്രദ്ധാകേന്ദ്രം. വൈകുന്നേരം രാത്രി 9 മണി ഗവർണർ എത്തുന്നതോടുകൂടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഈ രാജ്ഭവനും ഇവിടെ നിന്നുള്ള നീക്കങ്ങളുമാകും. പ്രത്യേകിച്ചും ഗവർണർ ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് സംസ്ഥാനത്ത് ക്രമസമാധാനം തകരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ രാജ്ഭവന്റെ ഓരോ നീക്കവും ഇനി നിർണായകമാണ്. സംസ്ഥാന സർക്കാർ CPM ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ പോലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാരിനും കഴിയില്ല. കാരണം സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ സംസ്ഥാനത്തിന്റെ അത്രയധികം ഉന്നതിയിരിക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയ ആരോപണം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുമ്പോൾ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഓരോ നീക്കങ്ങളും ഈ രാജ്ഭവനിൽ അകത്തുനിന്ന് വരുന്ന ഓരോ നീക്കങ്ങളും വളരെ നിർണായകമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രി 9 മണിയോടുകൂടി തലസ്ഥാനത്തെത്തും. അതോടുകൂടി രാജ്ഭവൻ പരിസരം അദ്ദേഹത്തിന്റെ റൂട്ട് വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള റൂട്ട് ഒക്കെ വളരെ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി മാറും. പോലീസിന്റെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും തലസ്ഥാന ജില്ലയിലും ഉണ്ടാകും. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കേരള സർവകലാശാല സെനറ്റിലേക്ക് അംഗങ്ങളെ ശുപാർശ ചെയ്ത ഗവർണറുടെ നടപടി റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പരിഗണിക്കും. സെനറ്റ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ചാൻസലറും കേരള സർവകലാശാലയും ഇന്ന് വിശദീകരണം നൽകിയേക്കും. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള 4 വിദ്യാർത്ഥി പ്രതിനിധികളുടെ നിയമന നിർദ്ദേശം ചോദ്യം ചെയ്ത SFI നൽകിയ ഹർജിയും കോടതി പരിഗണിക്കും.